നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് സർക്കാർ മുൻഗണന നൽകിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാഴ്ചപരിമിതർക്ക് സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് വാളക്കയത്ത് തുടക്കം. സ്ട്രൈറ്റ് മേക്കർ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് വാളക്കയം സർവോദയ ഗ്രന്ഥശാലയിൽ. ഇടതുപക്ഷ സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നതിൽ ഇടതു നേതാക്കൾക്ക് ഭിന്നഭിപ്രായം. റെജി പാർട്ടി വിട്ടത് ഇടതുപക്ഷത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി VN വാസവൻ. റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു ഘടകത്തിലും പ്രവർത്തിച്ചിട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ. മകരവിളക്ക് ഈ മാസം 14-ന്. ശബരിമലയിൽ ഭക്തജന പ്രവാഹം. ഈ സീസണിൽ ഏറ്റവുമധികം ഭക്തരെത്തിയത് തിങ്കളാഴ്ച. പാലായിൽ വാടക വീട്ടിൽ നിന്നും ലൈംഗിക വ്യാപാര സംഘത്തെ പാലാ പോലീസ് പിടികൂടി. റിഫ്രഷ്മെന്റ് സരസ്വതി ഉൾപ്പെടെ 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. കാഴ്ചപരിമിതർക്കായി സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് ചെറുവള്ളി വാളക്കയത്ത് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ട്രൈറ്റ് മേക്കർ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു. കാഴ്ചപരിമിതി ഉള്ളവരുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി അധിഷ്ഠിത എക്സ്ക്ലൂസീവ് ഇന്നോവേഷൻ ഹബ്ബാണിത്. കാഴ്ചപരിമിതിയും മറ്റ് ശാരീരിക വെല്ലുവിളികളും നേരിടുന്നവർക്ക് ദൈനംദിന ജീവിതം സുഗമമാക്കുന്നതിന് ഉപകരിക്കുന്ന സാങ്കേതിക സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്ട്രൈറ്റ് മേക്കർ സ്റ്റുഡിയോ പദ്ധതി ചെറുവള്ളി വാളക്കയത്ത് തുടങ്ങി. വാളക്കയം സർവോദയ ഗ്രന്ഥശാലയിലാണ് സ്ട്രൈറ്റ് മേക്കർ സ്റ്റുഡിയോ സജ്ജമാക്കിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഇത്തരം സ്ഥാപനങ്ങൾ അത്യാവശ്യമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇത് വിവിധങ്ങളായ ആശയങ്ങൾ ചേർത്തെടുത്തതും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്സിൽ ആവശ്യമുള്ളതുമാണ്. അതുകൊണ്ടാണിത് സർവോദയ ഗ്രന്ഥശാലയിലേക്ക് എത്തിയത്. നാടിൻ്റെ സഹായവും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമർജ്യോതി കോളേജ് ഉൾപ്പെടെ അവിടുത്തെ കുട്ടികളുടെയൊക്കെ പിൻബലവും സഹായവും ശാസ്ത്രീയ നിരീക്ഷണവും വീക്ഷണവുമെല്ലാം ഇതിന് സഹായകമായ മാർഗമായി മാറും. അന്ധത ബാധിച്ച കുട്ടികളെ, കാഴ്ചയില്ലാത്തവർ, അവരെ പഠിപ്പിക്കുക, അവരുടെ ലിപികൾ അതവരെ പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെയാകണം, ആ ലിപികൾ എങ്ങനെയാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അതിലൂടെ അവർക്ക് പഠിക്കുക മാത്രമല്ല, അതെല്ലാം നല്ല നിലയിൽ പഠിച്ച് അവർക്ക് ആ തലത്തിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ അവർക്കതിലൂടെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടി രൂപപ്പെടുകയാണ്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, KDISC എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോബിൻ ടോമി, കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് കുന്നപ്പള്ളി, ഫാദർ റോയി എബ്രഹാം, സർവോദയ ഗ്രന്ഥശാല പ്രസിഡന്റ് സാബു ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. സെന്റ് ഇഫ്രേംസ് കമ്മ്യൂണിറ്റി, കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് കൗൺസിൽ KDISC ആണ് പദ്ധതി നടപ്പാക്കുന്നത്. കാഴ്ചപരിമിതി ഉള്ളവരുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ലൈബ്രറി അധിഷ്ഠിത എക്സ്ക്ലൂസീവ് ഇന്നോവേഷൻ ഹബ്ബാണിത്. സംസ്ഥാനത്തെ 1000-ലധികം ലൈബ്രറികളിലേക്ക് ഈ മാതൃക വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാഴ്ചപരിമിതിയുള്ള കുട്ടികളെ സഹായിക്കുന്ന ബ്രെയിൻ വിദ്യാഭ്യാസ സാമഗ്രികളുടെയും സഹായ ഉപകരണങ്ങളുടെയും നിർമ്മാണം മേക്കർ സ്റ്റുഡിയോയിൽ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ സ്ട്രൈറ്റ് മേക്കർ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ബ്രെയിൽ പഠന ഉപകരണങ്ങൾ കാളകെട്ടി അസിസി സ്കൂൾ ഓഫ് ദ ബ്ലൈൻഡ്സിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ഇടത് സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് BJPയിൽ ചേർന്നത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ വരെ പറഞ്ഞതെല്ലാം തിരുത്തി പറയേണ്ട അവസ്ഥയാണ് റെജിക്ക് ഇന്നുള്ളത്. ഇതൊന്നും ഇടതുപക്ഷത്തെ ബാധിക്കില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് ഇടതുമുന്നണിയെന്നും VN വാസവൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്കരപ്പച്ച എന്നുള്ള രൂപത്തിൽ പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നവരുണ്ട് പലരും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ അതിനൊന്നും നമുക്ക് മറുപടി പറയാനില്ല. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ തരത്തിലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് പൊതുവിൽ ഞങ്ങളെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ പൊതുവിൽ ഞങ്ങളെടുത്ത ഒരു തീരുമാനം പരിശോധിച്ച് നോക്കിയപ്പോൾ കേരളത്തിൽ 110 സീറ്റോട് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു 3ാം അവസരം ഉണ്ടാകുന്ന സാഹചര്യം സംജാതമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ നീങ്ങിക്കഴിഞ്ഞു.
റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു ഘടകത്തിലും പ്രവർത്തിച്ചിരുന്ന ആളല്ലെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ. റെജി ലൂക്കോസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. റെജി BJPയിൽ ചേർന്നതിന്റെ കാരണമെന്തെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും TR രഘുനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി CPM ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അയാൾ BJPയിലേക്ക് പോയെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ആരാ? വർഗീയ കക്ഷി ആരാ? BJP ആണ്. അപ്പോൾ അയാൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? അയാളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എത്ര വികലമാണ് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണിത്. അതുകൊണ്ട് CPMന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രതികരണത്തിൻ്റെ കാര്യമില്ല. CPMകാരനല്ല. നിങ്ങൾ മാധ്യമക്കാർ അന്വേഷിക്കൂ എന്തുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നുള്ള കാര്യം. നിങ്ങളിൽ പലർക്കും അറിയാം. അത് ഞാനിവിടെ ഒരു പരസ്യമായിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യം. അതല്ലെങ്കിൽ BJPയിലേക്ക് ചേർക്കാൻ ഇടയ സാഹചര്യം എന്ത് എന്നത് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ മതി. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടന കാലം അവസാനിക്കാൻ 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്തേക്ക് ഭക്തജനപ്രവാഹം. ഈ സീസണിൽ ഏറ്റവും അധികം ഭക്തർ തൊഴാനെത്തിയത് തിങ്കളാഴ്ചയാണ്. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹം തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ തിരക്കാണ് സന്നിധാനത്തും പമ്പയിലും അനുഭവപ്പെട്ടത്. ഓരോ ദിവസവും 1 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത്. ഈ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ദർശനത്തിനെത്തിയത് ചൊവ്വാഴ്ചയായിരുന്നു. 1,13,168 പേർ ചൊവ്വാഴ്ച ദർശനം നടത്തി. തിങ്കളാഴ്ച 1,01,460 തീർത്ഥാടകരും ദർശനം നടത്തിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 7 മണി വരെയുള്ള കണക്ക് പ്രകാരം 72,080 പേരാണ് അയ്യപ്പനെ തൊഴുതത്. തിരക്ക് കൂടിയതോടെ 18ാം പടി കയറാനും ദർശനത്തിനുമായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായതോടെ നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18ാം പടി കയറാനുള്ള നിര ശബരിപീഠം വരെ കഴിഞ്ഞ ദിവസം നീണ്ടു. ഇതോടെ മരക്കൂട്ടത്തുൾപ്പെടെ വടം കെട്ടി നിയന്ത്രിച്ചാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ വരവിലും വലിയ വർധനയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 22,000 പേരാണ് സത്രം പുല്ലുമേട് വഴി ദർശനത്തിന് എത്തിയത്. സുഗമമായ മകരവിളക്ക് ദർശനം ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. വെർച്വൽ ക്യൂ ബുക്കിംഗിൽ 13ാം തീയതി 35,000 പേരെയും 14ാം തീയതി 30,000 പേരെയുമാണ് അനുവദിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് 5,000 കോടതി നിജപ്പെടുത്തിയിട്ടുണ്ട്. പാലായിൽ വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന ലൈംഗിക വ്യാപാര സംഘത്തെ പാലാ പോലീസ് സംഘം പിടികൂടി. റിഫ്രഷ്മെന്റ് സരസ്വതി എന്നറിയപ്പെടുന്ന വയനാട് സ്വദേശിനി ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2 പുരുഷന്മാരും 2 സ്ത്രീകളും സംഘത്തിൽപ്പെടും. പാലായിൽ വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന ലൈംഗിക വ്യാപാര സംഘത്തെ പാലാ പോലീസ് പിടികൂടി. സംഘത്തിന്റെ മുഖ്യ നടത്തിപ്പുകാരിയായി റിഫ്രഷ്മെന്റ് സരസ്വതി എന്നറിയപ്പെടുന്ന വയനാട് സ്വദേശിനി സരസ്വതി ഉൾപ്പെടെ 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് കസ്റ്റഡിയിലായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പാലാ DYSP K സദന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലാ തെക്കേക്കരയിൽ വഴയമഠത്തിൽ സമീപമുള്ള വാടക വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുകയായിരുന്നു. പരിശോധനയ്ക്കിടെ അനധികൃത ഇടപാടുകൾ നടന്നുവരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് 4 പേരെയും കസ്റ്റഡിയിലെടുത്തു. റിഫ്രഷ്മെന്റ് സരസ്വതി എന്ന പേരിൽ അറിയപ്പെടുന്ന സരസ്വതിയാണ് സംഘത്തിലെ പ്രധാന ഇടനിലക്കാരിയെന്ന് പോലീസ് വ്യക്തമാക്കി. മണിക്കൂറിന് 1,500 മുതൽ 5,000 രൂപ വരെ ഈടാക്കി ലൈംഗിക വ്യാപാരം നടത്തിയിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പൂഞ്ഞാറിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിലെ കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇന്നലെയായിരുന്നു സംഭവം. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികളെ പാല KM മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയായിരുന്നു സംഭവം. മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉച്ചഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. 6 കുട്ടികൾക്ക് ഡീഹൈഡ്രേഷൻ അനുഭവപ്പെട്ടതായും അവർക്ക് വേണ്ട ചികിത്സകൾ നൽകിയതായും ബാക്കി കുട്ടികൾ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വിവരം അറിഞ്ഞയുടൻ പാലാ നഗരസഭ ചെയർപേഴ്സൺ ദിയ പുളിയക്കണ്ടം, കൗൺസിലർമാരായ ബിനു പുളിയക്കണ്ടം, ടോണി തൈപ്പറമ്പിൽ, ആശുപത്രി വികസന സമിതി അംഗം പീറ്റർ പന്തലാനി തുടങ്ങിയവരെല്ലാം ആശുപത്രിയിലെത്തുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. സാഹചര്യങ്ങൾ ഗുരുതരമല്ലെന്നും ആവശ്യമായ എല്ലാ സഹകരണങ്ങളുമായി നഗരസഭ ഒപ്പമുണ്ടെന്നും ചെയർപേഴ്സണും അറിയിച്ചു. നമുക്ക് 30-ലേറെ പിള്ളേരാണ് ഇവിടെ ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഏറ്റ് ഇപ്പോൾ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ്. ഇവിടെ നമ്മുടെ ദ സിറ്റുവേഷൻ കൺട്രോളിലാണ്. പേടിക്കാനൊന്നുമില്ല. ഇതൊരു എന്താ പറയുക, എവിടെ സംഭവിക്കാവുന്നൊരു കാര്യം മാത്രമാണ്, അല്ലാണ്ട് ഒരു സ്കൂളിൻ്റെ ഒരു വീഴ്ചയോ അല്ലാണ്ട് അധികൃതരുടെ വീഴ്ചയൊന്നുമല്ല. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു. ഇവിടെ നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു, പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സൂപ്രണ്ടിനോടും ഡോക്ടേഴ്സിനോടും എല്ലാം സംസാരിച്ചു, കുറച്ച് പേരൻസിനോടും സംസാരിച്ചു. കുഞ്ഞു പിള്ളേരാണ്.
ബട്ട് അവർക്കാണെങ്കിൽ അതിൽ എല്ലാവർക്കും ഇവിടെ ഒബ്സർവേഷനിലാണ്, അല്ലാണ്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല. 4 പേർക്ക് ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ട്, അതിന് ORS കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ നഴ്സസ് ആണെങ്കിലും എല്ലാവരും ഉണ്ട്. ഞങ്ങളാണെങ്കിലും നഗരസഭയുടെ ഭാഗത്തു നിന്ന് എന്ത് സപ്പോർട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ഒന്നും കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം കൺട്രോളിലാണ്, നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യമില്ല, ഇവിടെ പാലായിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രം മതി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. MLA വിളിച്ചായിരുന്നു, ബന്ധപ്പെട്ടായിരുന്നു, സ്ഥലത്തില്ല. പക്ഷേ ഇവിടെയും വിളിച്ചിരുന്നു അദ്ദേഹം. കൗൺസിലേഴ്സ് ഞങ്ങളെല്ലാവരും ബാക്കി അധികൃതരെല്ലാം ഇവിടെ സജ്ജമായിട്ട് തന്നെയുണ്ട്, ഒന്നും ആശങ്കപ്പെടാനില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി വിരഗുളിക വിതരണം നടന്നു. വടവാതൂർ നവോദയ വിദ്യാലയത്തിലായിരുന്നു ജില്ലാതല ഉദ്ഘാടനം. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി വിരഗുളിക വിതരണം നടന്നു. 1 മുതൽ 19 വയസ്സ് വരെയുള്ള ജില്ലയിലെ 3,63,941 കുട്ടികൾക്കാണ് ആൽബൻഡബോൾ ഗുളിക നൽകിയത്. ജില്ലയിലെ സർക്കാർ, എയ്ഡ്സ്, സ്വകാര്യ സ്കൂളുകളിൽ സൗജന്യമായ ഗുളിക വിതരണം നടന്നു. ജില്ലാതല ഉദ്ഘാടനം വടവാതൂർ നവോദയ വിദ്യാലയത്തിൽ നടന്നു. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻസിന്റെ നേതൃത്വത്തിലാണ് ഗുളിക വിതരണം നടന്നത്. സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്ന് ഗുളിക നൽകിയിരുന്നു. വിദ്യാലയങ്ങളിൽ എത്തിയ കുട്ടികൾക്ക് അവിടെ നിന്നും, എത്താത്ത കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്നുമാണ് ഗുളിക വിതരണം ചെയ്യുന്നത്. എന്തെങ്കിലും കാരണത്താൽ ഗുളിക വിതരണം ചെയ്യാൻ സാധിക്കാതെ പോയാൽ 12-ന് വീണ്ടും നൽകും. 3 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉച്ചഭക്ഷണത്തിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളത്തോടൊപ്പം ചവച്ചരിച്ച ഗുളിക കഴിക്കണമെന്നും മാതാപിതാക്കളും അധ്യാപകരും ഇത് ഉറപ്പുവരുത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. റിട്ടയേർഡ് ഗവൺമെന്റ് എംപ്ലോയീസ് അസോസിയേഷൻ കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നടക്കും. രാവിലെ 10-ന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് കാക്കല്ലിൽ അധ്യക്ഷനായി. രൂപത വികാരി ജനറൽ സെബാസ്റ്റ്യൻ വേത്താനത്ത്, കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോർജ് പുല്ലുകാലായിൽ, വാർഡ് കൗൺസിലർ ലീന സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ റെജിമോൻ K. മാത്യു, അധ്യാപകരായ ഷാജി C. ചെറുകാട്, ബിന്ദുമോൾ സിറിയക്ക് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പൊൻകുന്നം പൊടിമറ്റത്തിൽ മറിയാമ്മ ജോസഫ് നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊൻകുന്നം ഹോളി ഫാമിലി ഫൊറോന പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് സർക്കാർ മുൻഗണന നൽകിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാഴ്ചപരിമിതർക്ക് സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് വാളക്കയത്ത് തുടക്കം. സ്ട്രൈറ്റ് മേക്കർ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് വാളക്കയം സർവോദയ ഗ്രന്ഥശാലയിൽ. ഇടതുപക്ഷ സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നതിൽ ഇടതു നേതാക്കൾക്ക് ഭിന്നഭിപ്രായം. റെജി പാർട്ടി വിട്ടത് ഇടതുപക്ഷത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി VN വാസവൻ. റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു ഘടകത്തിലും പ്രവർത്തിച്ചിട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ. മകരവിളക്ക് ഈ മാസം 14-ന്. ശബരിമലയിൽ ഭക്തജന പ്രവാഹം. ഈ സീസണിൽ ഏറ്റവുമധികം ഭക്തരെത്തിയത് തിങ്കളാഴ്ച. പാലായിൽ വാടക വീട്ടിൽ നിന്നും ലൈംഗിക വ്യാപാര സംഘത്തെ പാലാ പോലീസ് പിടികൂടി. റിഫ്രഷ്മെന്റ് സരസ്വതി ഉൾപ്പെടെ 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.